Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ ദീനി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നബവിയുടെ 40 ഹദീസുകളിൽ 17ാമത്തെ ഹദീസിലെത്തി നിൽക്കുകയാണ് നമ്മളിന്ന്. അൻ അബി അല ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈ ഫഇദാ ഖതൽതും ഫഹ്സിനു അൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനു അദ്ദബഹ വൽയുഹിദ്ദ അഹദുകും ഷഫ്റതഹ വൽയുരിഹ് ദബീഹതഹ. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അബൂ യഅല എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായ ഫക്കീഹായ ആലിമായ ഒരു സ്വഹാബി വര്യനാണ് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. ഹിജ്റയ്ക്ക് 17 വർഷം മുമ്പ് മദീനയിലായിരുന്നു ജനനം. ഹിജ്റ 58 ഫലസ്തീനിൽ വഫാത്താവുകയും ചെയ്തു. ഷദ്ദാദ് ബിൻ ഔസ് ബിൻ സാബിത് ബിൻ മുൻസിർ അൽ അൻസാരി, ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഖസ്റജി ഗോത്രക്കാരനായിരുന്നു. ഹസാൻ ബിൻ സാബിത് എന്ന വിശ്രുതനായ സ്വഹാബി ഇദ്ദേഹത്തിൻ്റെ പിതൃവ്യനായിട്ട് വരും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫക്കീഹ, ഓരോ സമുദായത്തിനും ഒരു ഫക്കീഹ് ഉണ്ടാകും. വഇന്ന ഫക്കീഹ ഹാദിഹിൽ ഉമ്മ ഷദ്ദാദ് ബിൻ ഔസ്, നമ്മുടെ ഈ തലമുറയുടെ ഫക്കീഹ് അത് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ആണെന്ന്. വിവരവും വിനയവും ഒരുപോലെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. റസൂലിൽ നിന്നും ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് പണ്ഡിതനും കൂടിയാണ്. മിക്കവാറും എല്ലാ ഹദീസുകളും ധാർമ്മികതയുമായും സൽക്കർമ്മങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടവയാണ്. ഒരു പ്രശസ്തമായ ഹദീസാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഷാം ഒരിക്കൽ കീഴടക്കപ്പെടും, ഖുദ്സും വിമോചിപ്പിക്കപ്പെടും. നിങ്ങളോ നിങ്ങളുടെ മക്കളോ ആയിരിക്കും അവിടെ ഇമാമുകളായി വരാനിരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇദ്ദേഹം ഹിംസിലെ ഗവർണറായി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ഹിംസ് ഷാമിൽ അഥവാ ഇന്നത്തെ സിറിയയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായ കലാപങ്ങൾ, വിഘടനവാദങ്ങൾ, അരാഷ്ട്രീയ പ്രവണതകൾ, ഇവകളെല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിൽ ചെന്ന് കലാശിച്ചത് നമുക്കറിയാം. ആ സംഭവത്തെ തുടർന്ന് ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പൊതുരംഗത്ത് നിന്നും പറ്റെ അകന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഏറെ ഭക്തിസാന്ദ്രമായ ജീവിതവുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പിന്നീട് ഫലസ്തീനിലേക്ക് തിരിച്ച് അവിടെ വെച്ച് വഫാത്താകുന്നു. ഇന്ന് ബാബുർ റഹ്മ എന്ന ഖബർസ്ഥാനിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹദീസിലേക്ക് വന്നാൽ ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളിലും നന്മ അനുവർത്തിക്കപ്പെടണമെന്ന് അല്ലാഹു നിയമമാക്കിയിരിക്കുന്നു. കതബ, കിതാബത്ത് എന്നൊക്കെ പറഞ്ഞാൽ എഴുതുക, രേഖയാക്കുക എന്നൊക്കെയാണ് വാചികമായ അർത്ഥം. എങ്കിലും നിയമമാക്കുക എന്നൊരു അനുബന്ധാർത്ഥം അതിന് പണ്ട് കാലം മുതൽക്ക് തന്നെയുണ്ട്. അൽ കിതാബ് എന്ന് വേദഗ്രന്ഥങ്ങൾക്ക് പറയും. എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും അൽ കിതാബ് എന്ന് പറയാറില്ല. മറിച്ച് ശരീഅത്ത് കൂടി ഉള്ളടങ്ങിയിട്ടുള്ള വേദങ്ങൾക്കാണ് അൽ കിതാബ് എന്ന് പറയുന്നത്. അതല്ലാത്തവയ്ക്ക് സുഹഫുകളെന്നോ മറ്റോ ആണ് പേര് വിളിക്കപ്പെടുന്നത്. കാര്യം ശരീഅത്ത് എന്നത് ഒരുപാട് നിയമങ്ങളുടെ ഒരു സമുച്ചയം കൂടിയാണ്. എല്ലാ വേദങ്ങൾക്കും സവിശേഷമായ വ്യതിരിക്തമായ ഒരു ശരീഅത്ത് ഉണ്ടാവണമെന്നില്ല. വിശുദ്ധ ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീല് തുടങ്ങിയവയൊക്കെയും കിതാബുകളായിട്ട് പരാമർശിക്കപ്പെടുന്നതിൻ്റെ അർത്ഥം അവകളിൽ ശരീഅത്ത് അഥവാ നിയമങ്ങൾ കൂടി ഉണ്ട് എന്നതുകൊണ്ടാണ്. പറഞ്ഞു വരുന്നത് കതബ, കിതാബത്ത് തുടങ്ങിയ പദങ്ങൾ നിയമം എന്ന ഒരർത്ഥത്തെ കൂടി വഹിക്കുന്നുണ്ട് എന്നാണ്. ഖുർആനിൽ നിന്നും ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാം. കുതിബ അലൈക്കുമുസ് സിയാം, കുതിബ അലൈക്കുമുൽ ഖിതാൽ, കുതിബ അലൈക്കുമുൽ ഖിസാസ്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്കുമേൽ നിയമമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നത് കാണാം. ചിലരെങ്കിലും കുതിബ അലൈക്കുമുസ് സിയാം എന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയാറുണ്ട്. അതിനേക്കാൾ സൂക്ഷ്മപരമായ അർത്ഥം നിയമമാക്കി എന്നത് തന്നെയാണ്. റസൂലിന്റെ ഒരു ഹദീസിലും നമുക്കിങ്ങനെ കാണാം, ഉമിർതു ബിസ്സിവാഖ് ഹത്താ ഖശീതു അൻ യുക്തബ അലൈ, നിയമമാക്കിയേക്കുമോ എന്ന് ഭയപ്പെടുമാറ് എന്നോട് സിവാക്കിന് വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ കതബ എന്ന പദത്തിന് നിയമമാക്കുക എന്ന അർത്ഥം ഏറെ ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഇഹ്സാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നിയമമാണത്രേ. എന്നിട്ട് റസൂൽ 1-2 ഉദാഹരണം പറയുകയാണ്. ഫൈദ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങളൊരു വധശിക്ഷ നടപ്പിലാക്കുവാണെങ്കിൽ
ഏറ്റവും മനോഹരമായി ഏറ്റവും നന്മയോടുകൂടി ആ നടപടി നിങ്ങൾ തീർക്കണം. നോക്കൂ, ചില സന്ദർഭങ്ങളിൽ വധശിക്ഷയും ക്യാപിറ്റൽ പണിഷ്മെന്റുമൊക്കെ അനിവാര്യമായി വന്നെന്ന് വരാം. പക്ഷെ അപ്പോഴും നന്മയും കാരുണ്യവും അലിവും ഒന്നും പാടെ ഉപേക്ഷിച്ചുകൊണ്ടാവരുത് നടപടികൾ സ്വീകരിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന കൊടും കുറ്റവാളിക്ക് പോലും ചില പ്രത്യേക അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരോട് പെരുമാറേണ്ട രീതി പ്രത്യേകം പരിശീലിക്കേണ്ടതുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ശ്രമിച്ച അബ്ദുല്ലാഹ് ഇബ്നു മുൽജിം എന്ന് പറയുന്ന മനുഷ്യന്റെ കാര്യമാണ്. വധിക്കാൻ ശ്രമിക്കുകയല്ല, അദ്ദേഹത്തെ വധിച്ചു അല്ലേ. പക്ഷെ തന്റെ നെറ്റിത്തടത്തിലേക്ക് കുത്തിയിറക്കിയ ആ കഠാരയിൽ നിന്ന് കൊടും വിഷം ശരീരത്തിനകത്തേക്ക് ആവാഹിച്ചുകൊണ്ടേയിരിക്കെ അലി റളിയല്ലാഹു അൻഹു കൂടെ നിൽക്കുന്നവരോട് വിളിച്ചു പറയുന്നുണ്ട്, അവനെ പിടികൂടുക, പക്ഷേ ഉപദ്രവിക്കരുത്. ഞാൻ ജീവനോടെ ബാക്കിയാവുകയാണെങ്കിൽ അന്നേരം വേണ്ട നടപടികൾ എടുക്കാം. ഇനി അഥവാ ഞാൻ ഇതോടുകൂടി മരണപ്പെടുകയാണെങ്കിൽ ഏറ്റവും മാന്യമായി അയാൾ അർഹിക്കുന്ന ശിക്ഷ കൊടുത്താൽ മതി എന്ന് പ്രത്യേകം വസീയത്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഇതുപോലെ ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള യുദ്ധ സമീപനങ്ങൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, യുദ്ധം ഒരു അനിവാര്യതയായിരിക്കും പലപ്പോഴും. പക്ഷേ അവിടെയും പാലിക്കപ്പെടേണ്ടുന്ന ഒട്ടനവധി മൂല്യങ്ങളും നൈതികതകളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കരുത്, കുഞ്ഞുങ്ങളെയും വാർദ്ധക്യം കടന്ന മനുഷ്യരെയും അപായപ്പെടുത്തരുത്. എന്തിന്, നിരായുധരാണെങ്കിൽ എത്ര വലിയ ആരോഗ്യ ദൃഢഗാത്രരായ ആൾക്കാരെ പോലും വെറുതെ വിട്ടേക്കണം, അല്ലെങ്കിൽ ബന്ദിയാക്കിക്കൊള്ളൂ, കൊന്നുകളയരുത്. അവരുടെയും ശേഷം വരാനിരിക്കുന്ന തലമുറകളുടെയും ജീവിതോപാധിയാകേണ്ടുന്ന കൃഷിയിടങ്ങളും കന്നുകാലികളും ഒരിക്കലും ഉപദ്രവിക്കപ്പെട്ടുകൂടാ, നശിപ്പിക്കപ്പെട്ടുകൂടാ. ഇങ്ങനെ എത്രയെത്ര നിർദ്ദേശങ്ങളാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അപ്പോഴും യുദ്ധം ഒരു അനിവാര്യതയായിരിക്കാം, അതൊഴിവാക്കാൻ സാധിക്കാതെ പോയെന്നും വരാം. അടുത്തൊരു ഉദാഹരണമായിട്ട് റസൂൽ പറയുന്നത്, വൈദാ ദബഹതും ഫഅഹ്സിനു ദബഹ, നിങ്ങളൊരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ ഏറ്റവും നന്മ നിറഞ്ഞ രൂപേണ ആ അറവ് പൂർത്തിയാക്കണം. അതിന് വൽയുഹിദ് അഹദുക്കും ഷഫ്രത, ഓരോരുത്തരും തങ്ങളുടെ ആയുധം മൂർച്ച കൂട്ടി വെക്കട്ടെ. വൽയുരിഹ് ദബീഹത, മാത്രമല്ല ആ ഉരുവിന്, അറുക്കപ്പെടാൻ പോകുന്ന ജീവിക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. നോക്കൂ, എന്തുമാത്രം കനിവ് നിറഞ്ഞ, എന്തുമാത്രം മനുഷ്യപ്പറ്റുള്ള വർത്തമാനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത്. ഭക്ഷണത്തിന് മൃഗത്തെ അറുക്കാതിരിക്കാൻ നിർവാഹം ഉണ്ടാവില്ല. പഴവർഗ്ഗങ്ങളും പച്ചിലകളും മാത്രം തിന്ന് ജീവിക്കേണ്ടവനല്ല മനുഷ്യൻ. എന്നാൽ അറുക്കപ്പെടുന്ന മൃഗങ്ങളോട് മനുഷ്യത്വരഹിതമായി പെരുമാറാനും പാടില്ല. നേരത്തെ യുദ്ധവുമായി ചേർത്ത് പറഞ്ഞതുപോലെ അറവുമായി ബന്ധപ്പെട്ടും നിരവധി അധ്യാപനങ്ങളുണ്ട്. ചിലതൊക്കെ ഞാൻ എണ്ണി പറയാൻ നിന്നാൽ ഒരു പക്ഷെ സമയം ഏറെ എടുത്തേക്കും. എന്നാലും ചെറിയൊരു ശ്രമം നടത്താം. അതിനോട് അങ്ങേയറ്റത്തെ അനുകമ്പ, ദയ കാണിച്ചിരിക്കണം, റിഫ്ക് ഉണ്ടായിരിക്കണം. അതിനെ പീഡിപ്പിക്കാൻ പാടില്ല, പട്ടിണിക്കിടാനും പാടില്ല, കെട്ടി വലിച്ചിഴച്ചു കൊണ്ടുവരാൻ പാടില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട് ടെമ്പോ ലോറികളിലും ചിലപ്പോൾ ഓട്ടോ ഗുഡ്സുകളിൽ പോലും വലിയ വലിയ ഉരുക്കളെ മടക്കി ഒടിച്ച് കിടത്തിയിട്ട് കൊണ്ടുവരുന്നത്. അതിക്രൂരമായ മനുഷ്യത്വരഹിതമായ സമീപനമാണത്. മൃഗങ്ങളുടെ കൈകാലുകൾ അടിച്ചൊടിക്കാൻ പാടില്ല, അവയെ ഷോക്ക് കൊടുത്ത് കൊല്ലാൻ പാടില്ല. ആയുധം എപ്പോഴും വളരെ മൂർച്ചയുള്ളതാക്കിയിരിക്കണം. പറ്റുമെങ്കിൽ സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ടുള്ള, വിഷാംശങ്ങൾ കടക്കാൻ സാധ്യതയില്ലാത്ത, തുരുമ്പില്ലാത്ത, ഏറ്റവും മികച്ച മൂർച്ചയേറിയ, എത്രയും വേഗത്തിൽ മരണം സംഭവിക്കാൻ ഉപകരിക്കുന്ന സ്വഭാവത്തിലുള്ള ആയുധമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കിബിലക്ക് നേരെ തിരിഞ്ഞ് വെള്ളം പാനം ചെയ്യിച്ചും തൊട്ട് തലോടിയും അതിനെ ആശ്വസിപ്പിച്ചു വേണം അറവ് നടത്താൻ. വളരെ വാത്സല്യത്തോടെ അതിനെ ബലിക്കല്ലിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ സ്ലോട്ടറിംഗ് ഹൗസിലേക്കോ മിഷണറികളിലേക്കോ കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ള ബാക്കി മൃഗങ്ങൾക്ക് പോലും അങ്കലാപ്പും ആശങ്കയും ഉണ്ടാകാൻ പാടില്ല. അവറ്റകളുടെ മുന്നിൽ വെച്ച് ഇതിനെ അറുക്കാനും പാടില്ല. അറുക്കപ്പെടുന്ന ഉരുവിന് വെപ്രാളമോ ആധിയോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടരുത്. ഒന്നിൽ കൂടുതൽ മൃഗങ്ങളെ ഒരേ സമയം അറുക്കുമ്പോൾ അവയുടെ രക്തം പരസ്പരം കൂടിക്കലരുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. രക്തം മുഴുവൻ വാർന്ന് ചോർന്ന് പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. ആഫ്റ്റർ ഓൾ ഏറ്റവും വേഗത്തിൽ മരണം ഉറപ്പുവരുത്താനുള്ള ശ്രദ്ധയും ഉണ്ടാകണം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അത് സംബന്ധമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഏതായാലും അറവോ മൃഗമോ കൊലയോ ഒന്നുമല്ല ഈ ഹദീസിന്റെ മർമ്മപ്രധാനമായ ഊന്നൽ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ വ്യവഹാരങ്ങളിലും നന്മയുണ്ടായിരിക്കണം എന്ന തത്വമാണ്. അതുതന്നെയാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അദ്ലും ഇഹ്സാനും നിങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു.
നീതിയും ന്യായവും നന്മയും ഇല്ലാത്തൊരു ലോകക്രമം ഇസ്ലാമിന് വിഭാവന ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ഒരു ലോകക്രമത്തിൻ്റെ ഭാഗവാക്കാകാൻ ഒരു മുസ്ലിമിന് സാധ്യവുമല്ല. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അതുകൊണ്ട് ഏറ്റവും നന്മ നിറഞ്ഞവരായി ഇഹ്സാനുള്ളവരായി തീരുക. അള്ളാഹുവിന് അത്തരക്കാരിയാണ് ഇഷ്ടം. ഈ ഇഹ്സാൻ എന്ന് പറയുന്നത് കേവല നന്മ എന്ന ഒറ്റ വാചകത്തിൽ വിവരിക്കാവുന്ന വർണ്ണിക്കാവുന്ന ഒരു കാര്യമല്ലെന്ന് നമുക്കറിയാം. തുടക്കത്തിൽ ഒരു ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അപ്പോൾ റസൂൽ പറഞ്ഞത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹുവിനെ കൺമുന്നിൽ കാണുന്നുണ്ടെന്ന ഭാവത്തിൽ ഒരു കാര്യം ചെയ്തു തീർക്കലാണ്. സത്യത്തിൽ നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ വികാരവും ഈ ചോദനയും ഉത്തേജനവുമൊക്കെ നമ്മുടെ മനസ്സിൽ സദാ നിമിഷവും അങ്കുരിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇഹ്സാൻ ഉണ്ടാവും. അഥവാ നമ്മൾ ചെയ്യുന്ന എല്ലാം നന്മ നിറഞ്ഞതായിരിക്കും. അങ്ങനെ നന്മയിലധിഷ്ഠിതമായ, നീതിയിലധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലക്ഷ്യമാണ്. അത് മറക്കാതിരിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് അടുത്ത ദിവസം പരിശോധിക്കാൻ ശ്രമിക്കാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.